الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നിയമങ്ങളാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഉള്ളത്. അത് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളിലൂടെയും നമുക്ക് ലഭിക്കുകയും ചെയ്തു. മനുഷ്യർക്കാവശ്യമുള്ള എല്ലാ നന്മകളുമാണ് ഖുർആൻ ജനങ്ങൾക്ക് നൽകുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് നൽകുന്നത്. ഇസ്ലാം മതത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ എല്ലാ നന്മകളെയും അത് അംഗീകരിക്കുന്നു എന്നതാണ്. മനുഷ്യർക്ക്, വ്യക്തികൾക്കും സമൂഹത്തിനും ദോഷം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അത് നിരോധിക്കുന്നു എന്നതുമാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളം ഉപമകൾ വന്നിട്ടുണ്ട്. ഉപമകൾ, അതിൽ ഒരു ഉപമയാണ് നല്ല വചനത്തെ നല്ല മരത്തോട് ഉപമിച്ച ഒരു ഉപമ. അതിൽ നിന്ന് ഇസ്ലാമിൻ്റെ ഉദ്ദേശം എന്താണെന്നും ഇസ്ലാം കൊണ്ട് മനുഷ്യൻ ഉണ്ടാകുന്ന നന്മ എന്താണെന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാലം സാമൂഹിക മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ പ്രചരിച്ച ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ നന്മയും തിന്മയും അതിശീഘ്രം ആളുകളിലേക്ക് എത്തും. മതങ്ങളെ മൊത്തത്തിലും ഇസ്ലാമിനെ പ്രത്യേകിച്ചും വിമർശിക്കുക എന്നത് മതവിരുദ്ധരായ, ഇസ്ലാം വിരുദ്ധരായ ആളുകളുടെ ഒരു പ്രവൃത്തിയാണ്. വിമർശിച്ചു കൊണ്ടേയിരിക്കുക, മതങ്ങളെ വിമർശിക്കുക, ഇസ്ലാമിനെ വിമർശിക്കുക, അള്ളാഹുവിനെ വിമർശിക്കുക, പ്രവാചകന്മാരെ വിമർശിക്കുക, മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുക. അങ്ങനെ വളരെ കൂടുതൽ വിമർശനങ്ങൾ കേൾക്കുന്ന ഒരു കാലമാണിത്. ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഇസ്ലാമിനെതിരിൽ ആണ് താനും. ഇവിടെയാണ് എന്താണ് ഈ ഇസ്ലാം എന്നത് മുസ്ലിങ്ങളായ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് ആ കാര്യം നമ്മൾ ഉൾക്കൊണ്ട് ആളുകളെ, വിമർശകരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം. ഒരു അത്ഭുതകരമായ കാര്യം അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു കാര്യം, ഇസ്ലാമിൻ്റെ നേർക്ക് ഇത്രയധികം വിമർശനങ്ങളും പരിഹാസങ്ങളും ഉണ്ടെങ്കിലും വളരെ കൂടുതൽ ആളുകൾ, ബുദ്ധിജീവികൾ, ചരിത്ര പണ്ഡിതന്മാർ, ശാസ്ത്രജ്ഞന്മാർ ഒക്കെ തന്നെ കൂടുതലായി പഠിക്കുന്നതും
ഉൾക്കൊള്ളുന്നതുമായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നതാണ്. നിഷ്പക്ഷമായി പഠനം നടത്തുന്ന ആളുകൾക്ക് മതത്തിൻ്റെ ഇസ്ലാമിൻ്റെ നന്മകൾ ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടുണ്ട്. അള്ളാഹു ഒരു ഉപമ പറയുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ് സമാ തുഅതി ഉക്ലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. സൂറത്ത് ഇബ്രാഹിമിലെ 24-25 ആയത്തുകളാണിത്. ഇതിൽ പറയുന്നത് അലം തറ, നീ കണ്ടില്ലയോ, കൈഫ ദറബല്ലാഹു മസല, അല്ലാഹു തആല എങ്ങനെയാണ് ഒരു ഉദാഹരണം പറയുന്നത്, കലിമതൻ ത്വയ്യിബ, നല്ല വചനത്തിന്, കലിമത്ത് വചനം, വാക്ക്, നല്ല വചനം, അതാണ് ത്വയ്യിബത്ത് എന്ന് പറയുന്നത്, വിശിഷ്ടമായത്, ശ്രേഷ്ഠമായത്. അപ്പോൾ ഏറ്റവും നല്ല വചനം, ആ വചനത്തെ അള്ളാഹു ഉദാഹരിക്കുന്നത്, ഉപമിക്കുന്നത് കശജറത്തിൻ ത്വയ്യിബ, നല്ല ഒരു മരം പോലെയാണത് എന്നാണ്. നല്ല വചനം നല്ല മരം പോലെയാണ്. ആ മരത്തിൻ്റെ പ്രത്യേകത അസ്ലുഹാ സാബിതുൻ, അതിൻ്റെ മുരട് അല്ലെങ്കിൽ അതിൻ്റെ തായ്വേര് അത് ഉറച്ചു നിൽക്കുന്നു. അതായത് ഒരു കാറ്റടിച്ചാലോ പിടിച്ചു കുലുക്കിയാലോ ഒന്നും മറിഞ്ഞു വീഴാത്ത വിധം ഉറച്ചു നിൽക്കുന്ന മരം. വഫർഉഹാ ഫിസ് സമാ, അതിൻ്റെ ശിഖരങ്ങൾ, അതിൻ്റെ ചില്ലകൾ അത് ആകാശത്ത് ഉയർന്നു നിൽക്കുന്നു. അപ്പം ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ശിഖരങ്ങളും ചില്ലകളും കൊമ്പുകളും ഒക്കെയുള്ള ഒരു മരം, അതാവട്ടെ വേര് ഉറച്ചതാണ് താനും. ഈ ഒരു മരത്തോടാണ് അള്ളാഹു നല്ല വചനത്തെ ഉദാഹരിച്ചത്. എന്നിട്ട് പറഞ്ഞു തുഅതി ഉക്ലഹ, ആ മരം അതിൻ്റെ ഫലങ്ങൾ നൽകുന്നു, പഴങ്ങളും ഫലങ്ങളും കായ്കനികളും ഒക്കെ നൽകുന്നു. കുല്ല ഹീനിൻ, എല്ലാ നേരവും എല്ലാ കാലത്തും പഴം നൽകുന്ന, ഫലം നൽകുന്ന, കായ്കനികൾ നൽകുന്ന ഒരു മരം. ബിഇദ്നി റബ്ബിഹ, അതിൻ്റെ രക്ഷിതാവിൻ്റെ അനുമതിയോടുകൂടി. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്, അല്ലാഹു തആല ജനങ്ങൾക്ക് വേണ്ടി ഉദാഹരണങ്ങൾ പറയുന്നു. ലഅല്ലഹും യതദക്കറൂൻ, അവർ വളരെ നല്ല നിലയിൽ ആലോചിച്ചു മനസ്സിലാക്കാൻ വേണ്ടി. 3 ഗുണങ്ങളാണ് ഈ മരത്തെക്കുറിച്ച് അതിൻ്റെ പ്രത്യേകതയായി പറയുന്നത്. അതിലൊന്ന്, ആ മരം അടിയുറച്ച മരമാണ്, വീണുപോകാത്ത വേരുറച്ച മരം. അതിന് മറ്റൊരു ഗുണം, അതിൻ്റെ ചില്ലകൾ അത് ആകാശത്ത് ഉയർന്നു നിൽക്കുന്നതാണ്. മൂന്നാമത്തെ ഗുണം, എല്ലാ കാലത്തും എല്ലാ സമയത്തും ആ മരത്തിൽ നിന്ന് ആളുകൾക്ക്, ജീവജാലങ്ങൾക്ക് ഫലങ്ങൾ കിട്ടും, പഴങ്ങൾ കിട്ടും, കായ്കനികൾ കിട്ടും എന്നതാണ്. ഈ മരമേതാണ് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല. മരത്തിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു. സഹാബിമാർ പലരും പറഞ്ഞു അത് ഈത്തപ്പനയാണ് എന്ന്. കാരണം വളരെ വേരുറച്ചതാണ്, വീണ് പോവാത്തതാണ്, ഉയർന്നു നിൽക്കുന്നതാണ്, അതിൽ നിന്ന് എപ്പോഴും ഫലം ലഭിക്കുന്നതാണ്. ഈ ഗുണങ്ങൾ ഉള്ള ഈ കലിമത്തേതാണ്, കലിമത്ത് നല്ല വചനം, കലിമത്തുൻ ത്വയ്യിബ. ആ നല്ല വചനം അത് തഫ്സീറുകളിൽ കുറേ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഒരർത്ഥം പറഞ്ഞത് ആ നല്ല വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണ്. എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ആദ്യം പറയുന്ന സാക്ഷ്യമാണത്, സത്യസാക്ഷ്യം, ഷഹാദത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന്, ഇബാദത്തിന് തരപ്പെട്ടവനില്ല എന്ന ആ ഏറ്റവും അഫ്ളലായ ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് എന്ന്. മറ്റൊരർത്ഥം പറഞ്ഞത് ഇസ്ലാം മുഴുവനും കലിമത്തുൻ ത്വയ്യിബയാണ്, ഇസ്ലാമിലുള്ള എല്ലാം നല്ലതാണല്ലോ. ആ അർത്ഥത്തിൽ വിശാലമായി പറഞ്ഞവരുണ്ട്. ചില തഫ്സീറുകളിൽ ഉള്ളത്, ഈ ഇസ്ലാം അംഗീകരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട നന്മകളാണ് ഈ പറഞ്ഞത്.
അതുകൊണ്ട് കലിമത്തുൻ ത്വയ്യിബ എന്നതിൽ വിശ്വാസിയായ മനുഷ്യരും ഉൾപ്പെടുന്നു എന്നതാണ്. ഇനി നമുക്ക് ആലോചിക്കാനുള്ളത് ഈ പറഞ്ഞ ഗുണങ്ങൾ ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ എന്നതാണ്. ഈ പറഞ്ഞ ഗുണയിൽ ഒന്നാമത്തേത് അസ്ലുഹ സാബിത്ത്, വേരുറച്ചതാണ്. തൗഹീദും ഈമാനിൻ്റെ എല്ലാ കാര്യങ്ങളും 100% സത്യമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആൾ, ആ ആൾക്ക് ആ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കാൻ സാധിക്കും. പല പ്രതിസന്ധികളും ഉണ്ടാകും, ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകും, വെല്ലുവിളികളും പീഡനങ്ങളും ഉണ്ടാകും. എന്നാലും വേരുറച്ച മരം പോലെ അവൻ പിടിച്ചു നിൽക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഏത് പ്രതിസന്ധിയിലും ദീൻ വിടാതെ ജീവിച്ച് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മറ്റൊന്ന് വഫർഉഹാ ഫിസ്സമ, അതിൻ്റെ ശിഖരങ്ങൾ, അതിൻ്റെ ചില്ലകൾ, അതിൻ്റെ കൊമ്പുകൾ അതൊക്കെ തന്നെ ഉയർന്നു നിൽക്കുന്നതാണ് എന്ന്. അതിൻ്റെ ഗുണം എന്തായിരിക്കും? ഒരു മരത്തിൻ്റെ ഇലകളും കൊമ്പുകളും ശിഖരങ്ങളും അതിൻ്റെ നന്മകൾ, അത് തണൽ നൽകുന്നു ആളുകൾക്ക്. മരം സ്വയം വെയിൽ കൊള്ളുകയാണ്. എന്തിന്? അതിൻ്റെ ഫലമാർക്കാം ആളുകൾക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ. തണലിലേക്ക് മാറുകയാണല്ലോ നാം ചെയ്യുക. വെയിലുള്ള സമയത്ത്, ചൂടുള്ള സമയത്ത് ഈ മരം ആളുകൾക്ക് തണൽ നൽകുന്നു, തണുപ്പ് നൽകുന്നു. മൂന്നാമത്തെ ഗുണം പറഞ്ഞത്, എല്ലാ നേരവും എല്ലാ സമയവും ആ മരം ഫലങ്ങൾ, കായ്കനികൾ, പഴങ്ങൾ അത് നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഒരു ഉദാഹരണത്തിലൂടെ ഒരു വിശ്വാസി എങ്ങനെയാവണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുഅ്മിനായ മനുഷ്യൻ്റെ നന്മകളാണ് ഈ പറഞ്ഞിട്ടുള്ളത് എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചു, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരാണ് എന്ന്. അങ്ങനത്തെ ചോദ്യങ്ങൾ പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ചോദിക്കുന്ന സന്ദർഭം അനുസരിച്ച് പല മറുപടിയും വന്നിട്ടുണ്ട്. ഈ ചോദ്യത്തിന് അവിടെ നൽകിയ മറുപടി, അഹബ്ബുന്നാസി ഇലല്ലാഹ് അൻഫഅഹുമുന്നാസ്, ജനങ്ങൾ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളാകുന്നു എന്ന്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ മരം പോലെ ആളുകൾക്ക് തണൽ നൽകുക, ആളുകൾക്ക് ഫലം നൽകുക, ആളുകൾക്ക് നന്മ ചെയ്യുന്നവനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്ന്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, ലാൻ അംഷിയ മാ അഖിൻ ഫി ഹാജത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫി ഹാദൽ മസ്ജിദി ഷഹ്റ. അതായത് ഒരു സഹോദരൻ്റെ ഒരാവശ്യം നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ നടന്നാൽ ആ നടത്തമാണ് എനിക്ക് ഈ പള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും ഇഷ്ടം എന്ന്. ആ ഇഷ്ടം, റസൂൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പുണ്യം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു ആവശ്യം തീർത്തു കൊടുക്കാൻ, സഹായിക്കാൻ, പട്ടിണി മാറ്റാൻ, ചികിത്സിക്കാൻ, പ്രയാസ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുരിതം അകറ്റാൻ വേണ്ടി ഒന്ന് നടക്കുന്നത്, ആ നടത്തമാണ് ഞാൻ ഈ മദീനയിലെ പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും ഇഷ്ടപ്പെടുന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അള്ളാഹു ഒരു മനുഷ്യനെ, ഒരു അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും, ആ മനുഷ്യൻ അവൻ്റെ സഹോദരനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം. അപ്പോൾ നമ്മൾ ഒരാളെ സഹായിക്കുന്നത് നമുക്ക് തന്നെയും അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ കാരണമാകും എന്നതാണ്. അപ്പോൾ ഈ അസ്ലുഹ സാബിത്തും വഫർഉഹ ഫിസ്സമാ തുതി ഉക്ലഹ കുല്ല ഹൈനിൻ ബിഇദ്നി റബ്ബിഹ എന്ന് പറഞ്ഞ ഗുണങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിലൊന്നാമത്തേത് വിശ്വാസം തന്നെയാണ്. പിന്നെ ആ വിശ്വാസത്തിനനുസരിച്ച് ആരാധനകളാണ്. അതൊക്കെ നന്മകളാണ്. ആ നന്മകൾ ഉൾക്കൊള്ളുന്ന മനുഷ്യൻ, നമ്മൾ നോക്കൂ, താരതമ്യം ചെയ്ത് നോക്കൂ, ഇത്തരത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും മര്യാദകളും പാലിക്കുന്ന മനുഷ്യനാണോ അത് പാലിക്കാത്ത മനുഷ്യനാണോ ഒരു കുടുംബത്തിലോ ഒരു സമൂഹത്തിലോ
നല്ല മനുഷ്യൻ എന്ന് നോക്കൂ. ഉപകാരം ചെയ്യുന്ന ആള്, ധാർമ്മികത നിലനിർത്തണം ഇസ്ലാമിൽ. അത് കുടുംബത്തിൻ്റെ സമാധാനം കാത്തു സൂക്ഷിക്കുന്ന വിധത്തിലാവണം. സമാധാനമുണ്ടാവണം. ഒരു മനുഷ്യന് സ്വയം സമാധാനം ഉണ്ടാവണം. അയാളുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അവനിൽ നിന്ന് സമാധാനം ലഭിക്കണം. സ്വസ്ഥതയുണ്ടാവണം. സത്യസന്ധത പുലർത്തണം. സാമ്പത്തിക രംഗങ്ങളിൽ സൂക്ഷ്മത പുലർത്തണം. ചൂഷണം ചെയ്യാതിരിക്കണം. അങ്ങനെ ഒരുപാട് നന്മകൾ, ആ നന്മകളൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന്. ഇനി വിമർശകന്മാർ പറയട്ടെ, ഈ പറഞ്ഞ നന്മകൾ ഖുർആനിലും ഹദീസിലും നബി ചരിത്രത്തിലുമുള്ള നന്മകളായി പറഞ്ഞത്, ഇതിലേതെങ്കിലും ഒന്ന് മനുഷ്യന് ദോഷമുണ്ടാക്കുന്നതായി എന്ന് പറയാൻ പറ്റുമോ? കുടുംബത്തിൽ നന്നായി ജീവിക്കണം, ആളുകളോട് സത്യസന്ധത പുലർത്തണം, ആരെയും ചതിക്കാതിരിക്കണം. പിന്നെ നോക്കൂ, ഖുർആൻ നിരോധിച്ച മദ്യപിക്കാതിരിക്കണം, വ്യഭിചരിക്കാതിരിക്കണം, മോഷ്ടിക്കാതിരിക്കണം. ഖുർആൻ കൽപ്പിച്ചതും ഖുർആൻ വിരോധിച്ചതുമായ കാര്യങ്ങൾ എടുത്തു വച്ചിട്ട് ആ കൽപ്പനകൾ തെറ്റായിപ്പോയി, ഈ നിരോധങ്ങൾ മനുഷ്യന് പ്രയാസമുണ്ടാക്കുന്നതായി എന്ന് പറയാവുന്ന ഒരു സാമ്പിൾ പോലും ഒരു ഇസ്ലാം വിമർശകനും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ വെറുതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹസിക്കുക, ഖുർആനിൻ്റെ ഏതെങ്കിലും ആയത്തുകൾക്ക് ദുർവ്യാഖ്യാനം നൽകുക, അതല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില തിന്മകളെ ഉയർത്തിക്കാണിച്ച് ഇതാണ് ഇസ്ലാം എന്ന് പറയുക, അതല്ലെങ്കിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ ആരെങ്കിലും എഴുതിയതോ പറഞ്ഞതോ ആയ ശകലങ്ങൾ, അവർക്ക് സംഭവിച്ച സ്ഖലിതങ്ങൾ, അല്ലെങ്കിൽ അവരുടെ അജ്ഞത കൊണ്ട് വന്നു പോയിട്ടുള്ള തെറ്റുകൾ അത് ഉയർത്തി ഇതാണോ ഇസ്ലാം എന്ന് ചോദിക്കാം. എന്നല്ലാതെ ഇസ്ലാം കൽപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം മനുഷ്യൻ ആവശ്യമില്ല എന്നോ, ഇസ്ലാം നിരോധിച്ച ഏതെങ്കിലും ഒരു കാര്യം മനുഷ്യൻ അനിവാര്യമായിരുന്നു, അത് നിരോധിച്ചത് ശരിയായില്ല എന്നോ ഒരൊറ്റ ഉദാഹരണമെങ്കിലും എടുത്തുദ്ധരിച്ച് കാണിക്കുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതിനിയും സാധിക്കുകയുമില്ല എന്ന് നാം മനസ്സിലാക്കണം. കാരണം നല്ല വചനമാണിത്. ഈ നല്ല വചനം, നല്ല മരത്തോട് അള്ളാഹു ഉപമിച്ചത്, ആ നല്ല മരം വേരുറച്ച, തകർന്നു വീണു പോവാത്ത, ശിഖരങ്ങൾ അതിൻ്റെ ചില്ലകൾ മുകളിലോട്ട് ഉയർന്നു നിൽക്കുന്ന, ആളുകൾ എപ്പോഴും ആഹാരം നൽകുന്ന ഫലങ്ങളും പഴങ്ങളും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ആ നല്ല മരം, ആ നല്ല മരമാവണം നമ്മൾ. ആ നല്ല മരത്തെപ്പോലെ ആയിത്തീരാൻ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല വചനത്തെ നല്ല മരത്തോട് ഉപമിച്ചു. ആ നല്ല മരത്തിൻ്റെ പ്രത്യേകതകളും വിവരിച്ചു. ശേഷം പറയുന്നത് വമസലു കലിമത്തിൻ ഖബീസത്തിൻ, ദുഷിച്ച ഒരു വചനത്തിൻ്റെ ഉദാഹരണം കശജറത്തിൻ ഖബീസ, ഒരു ദുഷിച്ച മരം പോലെയാണ്. ഉജുത്തുസ്സത്ത് മിൻ ഫൗഖിൽ അർള്, അത് ഭൂമുഖത്ത് നിന്ന് പിഴുതെറിക്കപ്പെട്ടിരിക്കുന്നു. മാലഹ മിൻ ഖറാർ, അതിന് ഒരു നിലനിൽപ്പുമില്ല. മരങ്ങൾ അങ്ങനെയും ഉണ്ടല്ലോ, മനുഷ്യന് ദോഷം ചെയ്യുന്ന മരങ്ങൾ, ആളുകൾ അത് കണ്ടാൽ പറിച്ചു കളയുന്ന മരങ്ങൾ, ഭൂമിയിൽ നിലനിൽക്കാത്ത മരങ്ങൾ, നിലനിൽക്കാൻ ആരും ആഗ്രഹിക്കാത്ത മരങ്ങൾ, അങ്ങനെയും ഉണ്ടല്ലോ. അതാണ് മോശമായ വചനം എന്നാണ്. അങ്ങനെ നമ്മൾ ആവരുത് എന്നാണ്. നമ്മൾ ഒരാളെ കണ്ടാൽ ഓ ഇവനായല്ലോ നമ്മുടെ നാട്ടിലേക്ക് താമസിക്കാൻ വന്നത്, നമുക്കൊരു പുതിയ ഉദ്യോഗസ്ഥൻ വന്നാൽ ഓ ഇയാൾക്ക് നമ്മുടെ നാട്ടിലേക്കാണല്ലോ ട്രാൻസ്ഫർ കിട്ടിയത്, അല്ലെങ്കിൽ ഒരു വിവാഹാന്വേഷണം നടത്തുമ്പോഴേ ഇവനായല്ലോ നമ്മളോട് വിവാഹം അന്വേഷിച്ചു വന്നത് എന്ന് വിചാരിക്കുന്ന ആളുകൾ, വെറുക്കുന്ന, ആർക്കും വേണ്ടാത്ത ഒരാളായി മാറാൻ പാടില്ല. ദുഷിച്ച വചനത്തിൻ്റെ ഉദാഹരണം ദുഷിച്ച മരം പോലെയാണെന്നാണ്. അത് നിലനിൽപ്പുണ്ടാവില്ല എന്നാണ്. അങ്ങനെയാണല്ലോ, ആരും ആഗ്രഹിക്കില്ല, ആർക്കും വേണ്ടാത്ത മോശമായ സ്വഭാവങ്ങളുള്ള ജീവിതശൈലിയുള്ള ആളുകൾ അതാണ്, അല്ലെങ്കിൽ ആ സ്വഭാവമുള്ള അത്തരത്തിലുള്ള വൃക്ഷത്തോടാണ്
അള്ളാഹു മോശമായ വചനത്തെ ഉദാഹരിച്ചിട്ടുള്ളത് എന്ന് നാം അറിയണം. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്കൊരു നിയ്യത്തുണ്ടെങ്കിൽ നമുക്കത് പുണ്യമാക്കി മാറ്റാൻ സാധിക്കും. നമ്മുടെ മനസ്സിൽ ഒരു നിയ്യത്തുണ്ടാകണം, ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസിലുണ്ട്, തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ. നിന്റെ പുഞ്ചിരി, നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി നീ പുഞ്ചിരിക്കുന്ന പുഞ്ചിരി, അത് നിനക്ക് സദഖയാണ്. സദഖ ചെയ്യാൻ പണം തന്നെ വേണമെന്നില്ല. ഒരു സുഹൃത്തിനെ കണ്ടൊന്ന് പുഞ്ചിരിച്ചാൽ, ആ പുഞ്ചിരിയോടൊപ്പം ഒരു സലാം പറഞ്ഞാൽ, വിവരങ്ങൾ അന്വേഷിച്ചാൽ, അത് അവന് നൽകുന്ന ഒരു സദഖയാണ്. വ അംറുക ബിൽ മഅറൂഫി വ നഹിയുക അനിൽ മുൻകരി സദഖ. ആളുകളോട് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്, അതുപോലെ ആളുകളോട് ചീത്ത കാര്യങ്ങളെക്കുറിച്ച് തടയുന്നത്, വിരോധിക്കുന്നത്, അതും നീ അവർക്ക് നൽകുന്ന ഒരു സദഖയാണ്, ഒരു പുണ്യമാണ്. വ ബസറുക ലിർറജുലി അർറദീൽ ബസർ സദഖ. കണ്ണ് കാണാത്ത ഒരാളെ, കാഴ്ചയില്ലാത്ത ഒരാൾക്ക്, അയാൾക്ക് നീ വഴി കാണിച്ചു കൊടുത്താൽ, അയാൾക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുത്താൽ അത് സദഖയാണ്. അതുപോലെ തന്നെ ഫഇമാതതുക അൽ ഹജറ വശൗക വൽ അളമ അനി ത്വരീഖി ലക സദഖ. ആള് നടന്നു പോകുന്ന വഴി, ത്വരീഖ്, ആ വഴിയിലുള്ള കല്ലും മുള്ളും എല്ലുകളും മറ്റു വസ്തുക്കളും ഇല്ലേ വഴിയിൽ തടസ്സമുണ്ടാക്കുന്നത്, അതൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ അതും സദഖയാണ്. ഇപ്പം നമ്മളെ ശുചീകരണ വാരം അല്ലെങ്കിൽ ശുചീകരണ ദിനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വാരവും ദിനവും ഒന്നും അല്ല. എന്നും നമ്മൾ ആളുകൾക്ക് നടക്കാനുള്ള വഴി വൃത്തിയാക്കി വെക്കണം, മാലിന്യങ്ങൾ മാറ്റണം. നമ്മളത് വൃത്തിയാക്കില്ല എന്ന് മാത്രമല്ല, നമ്മുടെ വീട് വൃത്തിയാക്കിയിട്ട് മാലിന്യങ്ങൾ പൊതുവഴിയിലേക്ക് ഇടുന്ന ആളുകളുണ്ട് പലരും. ഹദീസിൽ പറഞ്ഞത് ജനങ്ങൾ നടക്കുന്ന വഴിയിലെ കല്ലും മുള്ളും മറ്റു മാലിന്യങ്ങളും ഒക്കെ നീക്കം ചെയ്യണം എന്നാണ്. അതും ഒരു സദഖയാണ്. അതുപോലെ വെള്ളം കോരിക്കൊണ്ടുപോകുന്ന അവസ്ഥയിൽ, സാഹചര്യത്തിൽ നീ എടുത്തിട്ടുള്ള ബക്കറ്റിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ ബക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് സദഖയാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നമുക്ക് വേണ്ടി ശേഖരിച്ചു വെച്ച വെള്ളം മറ്റൊരാൾക്ക് കൊടുത്താൽ അത് സദഖയാണ്. നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ അന്യോന്യം പങ്കുവെക്കേണ്ടി വരും, എന്തെല്ലാം സാധനങ്ങൾ കടം വാങ്ങേണ്ടി വരും. വയംനഊനൽ മാഊൻ അറഅയ്തല്ലദീ യുകദിബു ബിദ്ദീൻ. ആ ആയത്ത് അവസാനിക്കുന്നത് വയംനഊനൽ മാഊൻ. മാഊൻ തടയുന്നവർ അവരും മതത്തെ കളവാക്കുന്നവരാണ്. എന്താ മാഊൻ? മാഊൻ എന്നതിൻ്റെ അർത്ഥം, അതിൻ്റെ തഫ്സീർ നോക്കിയാൽ കാണാം, മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യേണ്ട സാധനങ്ങളുണ്ടല്ലോ, അത് കൊടുക്കാതെ തടഞ്ഞു വെക്കുന്നവൻ. ഇപ്പം നമുക്ക് എന്നും ആവശ്യമില്ലാത്ത ഒരു പാത്രം നമ്മുടെ വീട്ടിൽ അതിഥികൾ വന്നപ്പോൾ ഭക്ഷണം പാകം ചെയ്യാൻ വേണം, അത് അടുത്ത വീട്ടിൽ നിന്ന് ചോദിച്ചാൽ കൊടുക്കണം. നമുക്ക് എന്നും ആവശ്യമില്ലാത്തൊരു ഉപകരണം നമ്മൾ അടുത്ത ഒരാൾ ചോദിച്ചാൽ കൊടുക്കണം. അതുപോലെ തന്നെ ആവശ്യമുള്ള, അപ്പോൾ വെള്ളം തീർന്നു പോയി ഒരു വീട്ടിൽ, അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അവർക്ക് വെള്ളം കൊടുക്കണം. ഗ്യാസ് തീർന്നു പോയി, ഇപ്പം അത് വലിയ വിഷയമല്ലേ, അപ്പോൾ നമ്മുടെ അടുത്ത് ഗ്യാസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. ഇങ്ങനെ ഇതെല്ലാം സദഖയാണെന്നാണ്. ഇതൊക്കെ സദഖയായി പരിഗണിക്കുന്ന സംഗതികളാണ്. കടം കൊടുക്കുന്ന മാവ് എന്ന് പറഞ്ഞാൽ അതങ്ങ് എടുത്തോളാൻ കൊടുക്കലല്ല, കൊടുത്ത് അവർ തിരിച്ചു തരും, എന്നാലും അത് സദഖയാണെന്നാണ്. അപ്പം ഇതാണ് ഇസ്ലാം നൽകുന്ന നന്മകൾ എന്ന് നാം അറിയണം. വഴിതെറ്റിപ്പോയ ഒരു മനുഷ്യൻ, അയാളെ എത്തേണ്ട സ്ഥലത്തേക്ക് വഴി കാണിച്ചു കൊടുത്താൽ സദഖയാണെന്ന്. അങ്ങനെ ഉണ്ടാകല്ലോ ചിലർ, എത്തിപ്പെടേണ്ടതല്ലാത്ത സ്ഥലത്ത് എത്തി, അങ്ങോട്ട് പോകണമെന്നറിയില്ല, റെയിൽവേ സ്റ്റേഷനിലെത്തി, ബസ് സ്റ്റാൻഡിലെത്തി, നമ്മുടെ പള്ളിയുടെ മുമ്പിലെത്തി, അയാളെ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കാൻ നോക്കൽ അതും സദഖയാണ് എന്ന് ഈ ഹദീസിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മുടെ കോഴിക്കോട്ടെ ഈ സ്ഥലത്ത്, നമ്മുടെ തീരപ്രദേശങ്ങളിൽ ആളുകൾ വലിയ ദാരിദ്ര്യത്തിലാണ്. ഈ ട്രോളിംഗ് നിരോധനം മൂലം കടലിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, മത്സ്യബന്ധനം നടത്തുന്ന ആളുകൾക്ക് ജോലിയില്ലാതെയായിരിക്കുന്നു.
അപ്പോൾ അവർക്ക് ഭക്ഷണത്തിന് പ്രയാസമുണ്ട്. അപ്പോൾ ഈ ടൗണിലുള്ള വിവിധ പള്ളികളും സംഘങ്ങളും സംഘടനകളും വ്യക്തികളുമൊക്കെ തീരപ്രദേശത്തുള്ള ആളുകൾക്ക് ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ കൊല്ലവും അതിനു മുമ്പത്തെ വർഷവും ഈ പള്ളിയിൽ നിന്ന് കലക്ഷൻ നടത്തി നമ്മളും അതിൽ പങ്കാളികളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കലക്ഷൻ നടത്തും. നല്ലോണം സംഭാവന ചെയ്യണം. ആഹാരം ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? മക്കളും കുട്ടികളും ഒക്കെ ആയി ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ജോലിക്ക് പോകാൻ വയ്യ, വേറെ വരുമാനവുമില്ല. അപ്പോൾ അവർക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനത്തിൽ നമ്മളും പങ്കാളികളാവണം, ആളുകളെ സഹായിക്കണം, അതിലേക്ക് എല്ലാവരും സംഭാവന ചെയ്യണം. ഇന്ന് പണം കൊണ്ടുവരാത്ത ആളുകൾ ഇവിടെ ഓഫീസിൽ പിന്നെ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യണം എന്നുകൂടി സൂചിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. രോഗങ്ങളും പ്രയാസങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ എല്ലാ രോഗങ്ങളെയും പ്രയാസങ്ങളെയും ദൂരീകരിച്ച് തരണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.